അങ്ങനെ ഒറ്റയ്ക്കുള്ള എൻ്റെ സൈക്കിൾ സ്ലോ റേസിന് ശേഷം ഫയൽമാൻ ജയിച്ചേ എന്നെല്ലാവരും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത ഫൈനലിലേക്ക് ഞാൻ പോയി. നമസ്കാരം. ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഔട്ട്ഡോർ ഓണാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഓണം ഒറ്റയടിക്ക് തീരുന്നൊരു പരിപാടിയല്ല. ഓണത്തിൻ്റെ അന്നുമല്ല നമുക്ക് ഓണം മെയിൻലി നമ്മൾ ആഘോഷിക്കുന്നത്. ഓണം ആഘോഷിക്കുന്നത് ഇവിടെ നിഹോങ്കർലി എന്ന് പറയുന്ന മലയാളി അസോസിയേഷൻ്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ മലയാളി അസോസിയേഷൻ്റെ ഔട്ട്ഡോർ ഓണാണ് ഇന്ന്. നെക്സ്റ്റ് വീക്കാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഇൻഡോർ ഓണം. അപ്പോൾ ആ ഔട്ട്ഡോർ ഓണം നടക്കുന്ന ഫുണാബറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഒരു ചെറിയ ഗ്രൗണ്ടിലാണ് ഔട്ട്ഡോർ ഓണം നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. വായോ. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു 180 എന്നാണ് ഈ ഓണം നടക്കാൻ പോകുന്ന ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടുന്ന് സെക്കൻഡ് സ്റ്റോപ്പാണ് ഫുണാബുറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. ആക്ച്വലി 10 മണിക്കാണ് ഇവിടുത്തെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞ് 10:30 ആവറായി. പിന്നെ ഒരു 2-3 പ്രാവശ്യം ആക്ച്വലി തിരുവാതിര കളിക്കും. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പല ആംഗിളിൽ എടുക്കേണ്ടതുകൊണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ തീർന്നിട്ടില്ലെങ്കിൽ അത് കാണിക്കാം. ഇല്ലെങ്കിലും മാവേലിയും ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ പറ്റും. ഇന്ന് വൈകുന്നേരം ഒരു 5 മണി വരെയൊക്കെ അവിടെ ഈ പ്രോഗ്രാംസ് കാണും. ഇപ്പം ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിള്ളേരെ ഒന്നും കൊണ്ടിട്ടില്ല. മോനൊന്നും ഇച്ചിരി കോൾഡൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരാരെയും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ഇവിടുത്തെ ചൂട് മാറിയിട്ട് ഒരു ചെറിയ തണുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുകയാണേ. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഈ മരങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമില്ലേ, ഇതാണ് നമ്മൾ യൂഷ്വലി സക്കുറ അല്ലെങ്കിൽ ചെറി ബ്ലോസത്തിന് പോകുന്ന പാർക്ക് കേട്ടോ. നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ ആക്ച്വലി വന്നപ്പോഴത്തേനും തിരുവാതിരയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. സാരമില്ല, ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ പരിപാടിയുണ്ട്. അപ്പോൾ തിരുവാതിര കഴിഞ്ഞെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കവർ ചെയ്യാം. ഇവിടെ എല്ലാവരും ഫോട്ടോ സെക്ഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ പീക്ക് സമ്മർ മാറിയിട്ട് ചെറിയൊരു തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഓണത്തിന് വെയിലിൽ നിന്ന് കുറച്ച് ആശ്വാസമുണ്ട്. നമുക്ക് ഈ ഔട്ട്ഡോർ ഓണം നടത്താനായിട്ട് ഇവിടുത്തെ വാർഡിൽ പോയിട്ട് പെർമിഷനൊക്കെ എടുക്കണം. അതുമാത്രമല്ല, ഈ ഓണം പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടടുത്തുള്ള എല്ലാ വീടുകളിലും ചെന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ ആദ്യമേ തന്നെ പറയണം. കാരണം ഇവർ നോയിസ് പൊല്യൂഷനൊന്നും ഒട്ടും അലോ ചെയ്യുന്ന ആൾക്കാരല്ല. ഇവർ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ ഒരു പരിപാടി കൊണ്ട് ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. 40-45 ലേഡീസ് ഉണ്ട് ഈ പ്രാവശ്യം തിരുവാതിര കളിക്കാൻ. ഇതിന് മുന്നേ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം ആൾക്കാർ കുറച്ച് കുറഞ്ഞത്. അങ്ങനെ കേരളത്തിൽ മാത്രമുള്ള ആൾക്കാരുടെ ക്ഷേമം അന്വേഷിച്ചാൽ പോരല്ലോ മാവേലിക്ക്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഇങ്ങനെ ടോക്കിയോയിലും എത്തി കേട്ടോ മാവേലിയും പുലികളിയൊക്കെ. ഞങ്ങളുടെ ഇവിടുത്തെ ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. പുതുതായി വന്ന ആൾക്കാരെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. അപ്പോൾ ജപ്പാനിലെ നമ്മുടെ എല്ലാ പ്രജകൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡും നീലഞ്ചേട്ടനുമായിരുന്നു ഇവിടുത്തെ തിരുവാതിരയും ബാക്കി പരിപാടികളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ വട്ടം എൻ്റെ ഹസ്ബൻഡും മൂലമൊക്കെ വയ്യാതിരിക്കുന്നുണ്ട്. അവർ ഈ പ്രാവശ്യം വന്നിട്ടില്ല. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങളൊക്കെ കേരളത്തിൽ നമ്മൾ ഏത് ജില്ലക്കാരാണോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇതിൽ കുറവ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടായിരിക്കും മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വീട് കോട്ടയാണെങ്കിലും കോട്ടയത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലമായ തൃശ്ശൂരാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂരുകാരായിരുന്നു കില്ലാഡീസ്.
തിരുവാതിരയുടെയും പുലികളിയുടെയും ഒക്കെ ശേഷം അടുത്തതായിട്ട് സൈക്കിൾ സ്ലോ റേസ് ആയിരുന്നു. ഒരു 4 ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരുടെ റൗണ്ടിന് ശേഷം ഇത് നെക്സ്റ്റ് റൗണ്ടാണ്. കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് നിന്നും വന്നിട്ടുള്ള സുഹൃത്തുക്കൾ മല്ലു സൺറൈസിന്റെ പ്രസന്റേഷൻ റിപ്രസെന്റിംഗ് ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് വന്ന നമ്മുടെ ലാലേട്ടൻ പറയുന്നത് പോലെ എന്തോ പേടിയാണ് എന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞതുപോലെയായി. എൻ്റെ കൂടെ മത്സരിക്കാൻ ഒരൊറ്റ ആളില്ല. എന്നെ അങ്ങോട്ട് വിജയമായിട്ട് പ്രഖ്യാപിച്ചാൽ പോരെന്ന് ഞാൻ ചോദിച്ചതാണ്, പക്ഷെ അവർ സമ്മതിച്ചില്ല. കാരണം ഫൈനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ റൗണ്ട് ഒറ്റയ്ക്ക് ഓടിക്കണം. അങ്ങനെ ഒറ്റയ്ക്കുള്ള എൻ്റെ സൈക്കിൾ സ്ലോ റേസിന് ശേഷം ഫയൽമാൻ ജയിച്ചേ എന്നെല്ലാവരും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത ഫൈനലിലേക്ക് ഞാൻ പോയി. നമസ്കാരം. അങ്ങനെ കപ്പ് എനിക്ക് അടിച്ചു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദാ കിടക്കുന്ന ചട്ടിയെങ്കിലും ഞാൻ കാലുകുത്തി. അങ്ങനെ ഫസ്റ്റ് അടിക്കേണ്ട ഞാൻ തേർഡ് അടിച്ചു. നമ്മുടെ പരിപാടിയുടെ പഞ്ച് കണ്ടിട്ടാവണം അവിടെ നിൽക്കുന്ന ഒരു ജാപ്പനീസ് ലേഡി വന്നിട്ട് നമ്മുടെ കൂടെ കൂടി നമ്മുടെ ഓണം കുറച്ചുകൂടെ കളറാക്കി. അങ്ങനെ ഒരു അതിർവരമ്പുകളും ഒന്നുമില്ലാതെ ഈ വർഷം ഞങ്ങൾ ഓണം അടിച്ചു പൊളിക്കാണ് കേട്ടോ. നമ്മൾ ജീവിതത്തിൽ മസിൽ പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാക്കി തീർക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഈ കലാശക്കൊട്ടിന് ശേഷം ഫുഡ് അടിക്കാനുള്ള സമയമാണ്. അതിനുശേഷമാണ് ഇനി ബാക്കിയുള്ള എല്ലാ ഗെയിംസും. ഇന്ന് ഈ ഗ്രൗണ്ടിൽ 3 റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റോളുകളാണുള്ളത്. റോബിൻസ് കിച്ചൺ, കൊച്ചിയോ റെസ്റ്റോറൻറ്റ്, കറി ലീവ്സ്. ഇത് 3 നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഓരോന്നിലും പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ സാധനങ്ങൾ മേടിച്ച് പരീക്ഷിച്ചു. ഒരു മോക്ടെയിൽ കുടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുഡടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പിന്നെ കട്ട്ലേറ്റ് വന്നു, മിന്റ് ലൈം വന്നു, ഗീ റൈസും ചിക്കൻ കറിയും വന്നു. പക്ഷെ ഞങ്ങൾ കാത്തിരുന്നിട്ടും പപ്സ് മാത്രം ഞങ്ങളെ തേടി വന്നില്ല. കൂടാതെ കലാശക്കോട്ടായിട്ട് കബാബും വാങ്ങിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോ ഗെയിംസ് ആയിട്ട് തുടങ്ങി. വൈകിട്ട് 6 മണി വരെ ഫുള്ള് ഗെയിംസ് ആയിരുന്നു കേട്ടോ. എല്ലാത്തിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. കാര്യം നമ്മൾ മലയാളികളൊക്കെ ആണെങ്കിലും ഗെയിംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്നേഹവും ഒരുമയൊക്കെ ഹുദാഹവ. നമ്മുടെ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് ആ വീറും വാശിയോടുകൂടി നമ്മൾ ഏത് അറ്റം വരെയും പൊരുതും. ശിഫ ഗെയിംസിന്റെ ഇടയിൽ കുഞ്ഞു കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവർക്കുള്ള ഗെയിംസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതാണ് കേട്ടോ ഓണത്തിന്റെ ഫുൾ സ്പിരിറ്റ് അടങ്ങിയിരിക്കുന്ന ഗെയിം. ഈ വടംവലി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ ചേരിയായിട്ട് അങ്ങോട്ട് തിരിയും. പിന്നെ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിനെയാണോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ തൊണ്ട കീറി അങ്ങോട്ട് മരിക്കും. പിന്നെ വടംവലി തീരുമ്പോഴത്തേനും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടി ഒച്ചയൊക്കെ അടഞ്ഞ് മൊത്തത്തിൽ കുളമായിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ പോകുന്നത്. എങ്കിലും നമ്മുടെ ടീം ജയിക്കുമ്പോഴുള്ള ത്രില്ലുണ്ടല്ലോ, ആ ത്രില്ലിന് വേണ്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. വടംവലിയുടെ ലാസ്റ്റ് റൗണ്ടൊക്കെ ആയപ്പോൾ ഒരുപാട് പേർക്ക് കുറെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ അവർ വീണ്ടും നല്ല ശക്തിയായിട്ട് വടം വലിച്ചു. ഞങ്ങളുടെ ഈ ഓണപരിപാടിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് വടംവലിക്കാണ്. ഈ പരിപാടികൾ ഫുള്ള് തീരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അതിനു മുന്നേ ഞങ്ങൾ വീട്ടിൽ പോയി. അതുകൊണ്ട് ഏത് ടീമാണ് വടംവലിക്ക് ജയിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഈ ജയിച്ച ടീമുകൾക്കൊക്കെ ലാസ്റ്റ് സമ്മാനമൊക്കെ കൊടുക്കും കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് മിസ്സായി. ഇനി അടുത്ത ആഴ്ചയാണ് ഞങ്ങളുടെ ഇൻഡോർ ഓണം. ഞങ്ങൾ ജപ്പാൻ മലയാളികൾക്ക് ഇൻഡോർ ഓണം ഒരു ചാകര തന്നെയാണ് കേട്ടോ. അതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Hey!